ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കാണ് കേരളത്തിലെ യുവാക്കള്. ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. രാജ്യം എങ്ങോട്ട് പോകുന്നതിനെ പറ്റി വലിയ ധാരണയൊന്നും അക്കില്ല. പക്ഷെ ഞാനിപ്പോ എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പയ്യന്നൂര് കേളവത്തുള്ള സൗദി ഷവായിലാണ് കേട്ടാ. കുറച്ചു കാലമായിട്ട് ആലോചിക്കുമ്പോ തന്നെ കൊതി വരുന്ന സ്പോട്ടിൽ ഒന്നാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ നിന്ന് മന്തി കഴിച്ചത് എറണാകുളത്ത് അൽറീമിൽ വെച്ചിട്ടാണ് കേട്ടാ. എന്റെ മക്കളെ അതായിരുന്നു മന്തി. കുറെ കാലമായിട്ട് പൊരക്കന്നേരം മന്തി എന്നുള്ള പേരിൽ ബാറന്തലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെന്നുള്ളത് അന്നേരം കേട്ടാ മനസ്സിലായത്. ഇപ്പൊ മന്തി ഉണ്ടാക്കാൻ പഠിച്ചിട്ടാ. അതിനുശേഷം ബാംഗ്ലൂർ പോയ സമയത്ത് മന്തി തിന്നാൻ മുട്ടിയാൽ തൽക്കാലം കുഷ്കിയും കബാബും തിന്ന് വയറ് നിറക്കലായിരുന്നേ. അന്നേരാണ് മടിവാളയിൽ നെഹദി വന്നത്. കുറെ കാലത്തെ പൂതിയല്ലേ, അപ്പൊ വയറ് നിറച്ച് തിന്നാന്നെല്ലാം വിചാരിച്ചിട്ട് വയറെല്ലാം കാലിയാക്കി പോയാന്നിട്ടാ. പക്ഷെ 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ആടെ ഒന്ന് കയറി തിന്നാൻ പറ്റിയത്. അതോടെ വിശപ്പെല്ലാം മാറി ഗ്യാസെല്ലാം കയറി ആകെ അലാക്കായി. ആ ക്യൂല് നിന്ന് മടുത്തിട്ട് ഇനി ഇങ്ങോട്ടേക്ക് ഇല്ലപ്പാന്ന് വിചാരിക്കുമെങ്കിലും തിന്ന് കഴിഞ്ഞാൽ ആ വിചാരം അങ്ങ് മാറിക്കിട്ടും. ഏകദേശം അതുപോലത്തെ ഒരു വൈബ് കിട്ടിയ സ്ഥലമാണ് കേട്ടോ ഈടെയും. അതുപോലെ 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടല്ല അന്ന് ഇരിക്കാനൊരു സീറ്റെല്ലാം പിള്ളറെല്ലാം കാണിച്ച് പ്ലീസ് പിള്ളർ കരയുന്നു വിശക്കുന്നെല്ലാം പറഞ്ഞിട്ട് വേണം ഇവിടുത്തെ സീറ്റ് ഒന്ന് കിട്ടാൻ. പക്ഷെ ഉണ്ടല്ല ഈടെ ഇപ്പൊ ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാ. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം കൂട്ടിയിട്ടുണ്ട്, AC സ്പോട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഷവായിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. സൗദി ഷവായിൽ വന്ന് തിന്നാത്ത കണ്ണൂർ കാസർഗോഡ് ആരുണ്ടാവും നമുക്ക് തോന്നില്ല. ഉണ്ടെങ്കിൽ പറയും. ആളുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉച്ചക്ക് വന്ന് തിന്നത്. എപ്പോ രാത്രി വന്ന് ക്യൂ നിൽക്കലാണ് പതിവ്. ഉച്ചക്കായതുകൊണ്ട് വലിയ തിരക്കൊന്നും കണ്ടിട്ടാ.